11, this tells about trusting in the Lord with all your heart. ഏതൊക്കെ സമയങ്ങളിൽ എങ്ങനെയൊക്കെ നമ്മളായിരുന്നാലും ആ സമയത്തൊക്കെ നമുക്ക് ദൈവത്തിലുള്ള ആശ്രയം എത്രത്തോളം നമ്മളെ നിലനിർത്തുന്നു എന്ന് നമുക്ക് ഈ സങ്കീർത്തനത്തിൽ ഓരോ വാക്യങ്ങൾക്കകത്ത് കാണുവാൻ കഴിയും. Whatever time or whatever situations that we might go through, whatever difficult circumstances that we might go through, how we could trust God and how we could put our trust in God, that's been described in this whole verses. അതിന്റെ ഒന്നാം വാക്യം ഇപ്രകാരം വായിക്കുന്നു. Verse 1 we read like this. ദൈവമേ, ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കയാൽ എന്നെ കാത്തുകൊള്ളണമേ. Preserve me, O God, for in you I put my trust. ഏത് സമയത്തും എപ്പോഴും നമുക്ക് വിശ്വാസത്തോടെയും പേടിക്കാതെയും പോയി അഭയം പ്രാപിക്കുവാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ദൈവസന്നിധി. God's presence is the only place where you can come during any point of time and put our trust upon. അതെന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ദൈവം നമുക്ക് ആക്സസിബിൾ ആണ്, അതുപോലെ അവൈലബിൾ ആണ് ഏത് സമയത്തും. Why, if you ask why, because God is accessible and available for us at any point of time. അതുകൊണ്ടാ ഏത് സമയത്തായാലും നമുക്ക് ചെന്ന് ഒന്ന് മറഞ്ഞിരിക്കുവാനും നമുക്ക് ചെന്നൊന്ന് ഇരുന്ന് കാര്യങ്ങൾ പറയുവാനും സാധിക്കുന്നത്. That is the reason why we can go unto his presence any time and every time, and we can hide in his presence. അതുകൊണ്ടാണ് നമ്മൾ വിളിക്കുന്ന ദൈവത്തെ ദൈവമെന്ന് പറയുന്നത്. That is why we call our God her God. നമ്മളെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കതിന് പറ്റത്തില്ല. If you look ourselves, we will not be able to do that. നമ്മള് പലപ്പോഴും നമ്മള് നമ്മുടെ കൂട്ടുകാരോടായാലും അല്ലെങ്കിൽ നമ്മൾ തമ്മിലായാലും പറയും, എന്താവശ്യം ഉണ്ടെങ്കിലും ഏത് സമയത്തും എപ്പോൾ വേണമെങ്കിലും, അത് രാത്രിയെന്നില്ല ഏത് സമയമൊന്നും നോക്കണ്ട, വിളിച്ചാൽ മതി, ഞാൻ അപ്പോഴേ വരും. Many times we would tell to our friends and cousins or relatives or many fellow beings of the fellow believers of the church that call me at any point of time, doesn't matter it's late night or early morning, I would be available all the time. ഏത് സമയത്തായാലും ഞാനുണ്ട്, വിളിച്ചാൽ മതി എന്നൊക്കെ നമ്മൾ പറയും. We say call me at any point of time, I am available. പക്ഷെ നമ്മുടെ ഒരു കാര്യം വരുന്ന സമയത്ത് നമ്മൾ വിളിക്കുമ്പം ഫോൺ റിങ് ചെയ്ത് തീരുന്നതല്ലാതെ അവസാനം ഇതെല്ലാം കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ നമ്മളെ തിരിച്ചു വിളിക്കുന്നത്. But if we call at our difficult time, at the time of our need, it is not necessary that person should pick the call, or it might be after the need that he might give you a call back. അതൊരു തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത്. കാരണം ഒരുപക്ഷെ വിളിക്കുന്ന അല്ലെങ്കിൽ എന്നെ വിളിക്കുകയാണെങ്കിൽ ഞാനൊരു പക്ഷേ ജോലിയിലായിരിക്കാം, അല്ലെങ്കിൽ ഞാൻ വേറെ ഏതൊരു ആവശ്യങ്ങളുമായിട്ടായിരിക്കാം, അന്നേരമായിരിക്കും എനിക്ക് ഫോൺ വരുന്നത്, എനിക്ക് എടുക്കാൻ കഴിയത്തില്ല, സംസാരിക്കാൻ കഴിയത്തില്ല. അപ്പോൾ എനിക്ക് തിരിച്ചു വിളിക്കാനോ അല്ലെങ്കിൽ എന്താണ് ആവശ്യമെന്ന് ചോദിക്കാനോ പറ്റത്തില്ല. There's nothing wrong in that, because while the person calls one person, he might be in during his work, or he might be busy with some other things where he would not be able to pick up the call. So there is nothing wrong in that. ഈ ചില സമയത്ത് ജോബി എന്നെ വിളിക്കുന്ന സമയത്ത് ജോബി വിളിച്ചിട്ട് പാസ്റ്റർ പ്രൈസ് ലോർഡ്, എന്നിട്ട് എന്തൊക്കെയുണ്ട് വിശേഷം ചോദിച്ചിട്ട് ജോബി ചോദിക്കുന്ന അടുത്ത ചോദ്യം തിരക്കാണോ എന്ന്. Joby, when he calls Pastor Bibin, he calls him and asks, Pastor, are you okay? And after that he asks, are you busy? തിരക്കാണോ ചോദിച്ചാൽ തിരക്കൊന്നുമില്ല, പക്ഷേ എന്തോ നമ്മളെല്ലാവരും എന്താണ്, ഒന്നുമില്ലെങ്കിൽ പോലും നമ്മളെല്ലാവരും തിരക്കാണ്. നമ്മൾ ആർക്കും അവൈലബിൾ അല്ല ഒരു സമയത്തും. Even if we don't have anything to do, but still we are busy all the time, we are not available all the time. പക്ഷേ നമ്മൾ തമ്മിലോ നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിലോ ഏത് സമയത്തും നമ്മൾ അവൈലബിളും ആക്സസബിളും അല്ലാതെ ഇരിക്കുമ്പോഴും ഏത് സമയത്തും നമുക്ക് അവൈലബിൾ ആയിട്ടും നമുക്ക് ആക്സസബിൾ ആയിട്ടും ദൈവം എപ്പോഴും നമ്മളോട് കൂടെ ഉണ്ട്. Many times even when we are not available and accessible to God all the time, during that time also God's presence is there and he is available and accessible to us all the time. നമുക്ക് ഒത്തിരി ജീവിതത്തിൽ ഒത്തിരി തിരക്കുകളുണ്ട്, നമുക്ക് ജീവിതത്തിനകത്ത് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ഇതിന്റെ നടുവിൽ നമ്മൾ പല സമയങ്ങളിൽ നമ്മൾ വല്ലാതെ ഓടി ക്ഷീണിച്ച് പല കാര്യങ്ങൾക്കകത്ത് നമ്മൾ ഇടപഴകി നിൽക്കുന്ന സമയത്തും, even when we might be busy with lot of things in our lives, and we might be busy with our daily schedules, but in between that നമ്മുടെ ജീവിതത്തിനകത്ത് പല നിലകളിൽ പല ആവശ്യങ്ങളുമായി നമ്മൾ പോകുന്ന ഓരോ സമയങ്ങളിലും, when we travel in our day to day life, when we do our day to day life activities with all these busyness, ഇതിന്റെ എല്ലാം
നടുവിൽ ആമേൻ എപ്പോഴാണ് നമ്മൾ ആമേൻ ദൈവത്തെ വിളിക്കുന്നത്, അല്ലെങ്കിൽ എപ്പോഴാണ് നമ്മൾ ദൈവത്തോട് ആമേൻ ഒന്ന് നോക്കുന്നത് എന്ന് മനസ്സിലാക്കി ദൈവം എപ്പോഴും നമ്മളോട് കൂടെ ചേർന്ന് നിൽക്കുന്നുണ്ട്. During our busy schedules of the life, God is still searching for or looking for us to come to Him, or God is looking us when we are coming into the presence of God and talking to Him. ആമേൻ. ഒരുപക്ഷെ നമ്മുടെ ഈ ഭൗമികമായി നോക്കിക്കഴിഞ്ഞാൽ എവിടെങ്കിലും നമുക്ക് പോകണമെങ്കിൽ നമുക്ക് അപ്പോയിൻമെന്റ് എടുക്കണം, അല്ലെങ്കിൽ അവർ പറയുന്ന സമയത്തിന് ചെല്ലണം. ആ സമയം കഴിഞ്ഞ് ചെന്നാൽ നമ്മളെടുത്ത അപ്പോയിൻമെന്റ് ചിലപ്പോൾ കിട്ടത്തില്ല, ചിലപ്പോൾ നമ്മൾ കാണേണ്ട ആളിനെ കാണത്തില്ല. ഇതൊക്കെയാണ് ഈ ഭൂമിയിൽ നടക്കുന്ന കാര്യങ്ങൾ. In this world, if you want to meet a person, you'll have to take an appointment with that person. If you go after the time of appointment, he will not be able to see that person, or you'll be seeing another person. ആമേൻ. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിച്ചേ, ആമേൻ, സകലത്തെയും നിർമ്മിച്ച ദൈവം, But the one God who created everything, ആമേൻ, ഒന്നുമില്ലാതിരുന്ന സ്ഥാനത്ത് നിന്ന് സകലത്തെയും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് ഈ ഭൂമിയെയും മനുഷ്യനെയും സകല മൃഗങ്ങളെയും എല്ലാ ജീവജാലങ്ങളെയും ഉണ്ടാക്കിയ വലിയ മഹാനായ ദൈവം നമ്മൾ എപ്പോഴാണ് ദൈവത്തിലേക്ക് നോക്കുന്നതും നോക്കി എപ്പോഴും നമ്മളോട് ചേർന്ന് നിൽക്കുകയാ. എപ്പോഴാ അവന്റെ സമയം വരുന്നത്, ആ സമയത്ത് അവൻ എന്നെ നോക്കുമ്പോൾ എനിക്ക് അവനോടൊന്ന് സംസാരിക്കണമെന്ന് നോക്കി കർത്താവ് ഇങ്ങനെ നമുക്ക് വേണ്ടി നിൽക്കുകയാണ്. God who created everything, who has created everything from nothing, and who has done everything, who has created all the creatures of this universe, is eagerly looking for us, or waiting for us to talk to Him, or eagerly looking upon us when are we going to seek His presence, and He is waiting for that. ആമേൻ. അതുകൊണ്ടാണ് ദാവീദ് പറയുന്നത്, കർത്താവേ ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കുന്നു, എന്നെ കാത്തുകൊള്ളണം. That is why the psalmist is saying, David is saying, preserve me, O God, for in you I put my trust. ആമേൻ. നമ്മുടെ ജീവിതത്തിനകത്തും എപ്പോഴും ഒരു കാര്യം നമ്മൾ ഓർത്തുകൊള്ളുക, ആമേൻ, നമ്മൾ ആശ്രയിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ആമേൻ നോക്കുന്ന ആരും നമ്മളുടെ ആമേൻ ആവശ്യങ്ങളിൽ നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ നമ്മളോട് കൂടെ ഇല്ലെങ്കിലും ആ സമയത്ത് നമുക്ക് വേണ്ടി നോക്കി നിൽക്കുന്ന ഒരു കർത്താവുണ്ട്. അവനിൽ ആശ്രയിച്ചു കഴിഞ്ഞാൽ ഏത് സാഹചര്യത്തിൽ നിന്നും വിടുവിക്കുവാനും നമ്മളെ നടത്തുവാനും ആ ദൈവം നമ്മളോട് At any കൂടെയുണ്ട്. point of your life, you should have the trust in God, and you should understand that at any point of time, any difficult times of your life, there's a God who is waiting for you, who is searching for you to look out to Him in time of your distress. ആമേൻ. അത് കഴിഞ്ഞിട്ട് ദാവീദ് ആമേൻ ദൈവത്തോട് ആമേൻ പറയുന്ന ഒരു കാര്യമാ There's one രണ്ടാമത്തെ thing വാക്യം. that David is talking to God in second verse. ആമേൻ. ഞാൻ യഹോവയോട് പറഞ്ഞത്, നീ എൻ്റെ കർത്താവാകുന്നു, നീ ഒഴികെ എനിക്ക് ഒരു നന്മയുമില്ല. Thou hast said unto the Lord, Thou art my Lord, and Lord, my goodness extendeth not to thee. ആമേൻ. അത് ആ വാക്യം വായിച്ച സമയത്ത് ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ എൻ്റെ മനസ്സിനകത്ത് ഇങ്ങനെ ചിന്തിക്കാനിടയായി. ദാവീദ് എന്തുകൊണ്ടാ പറഞ്ഞേ, ആമേൻ, കർത്താവല്ലാതെ എൻ്റെ ജീവിതത്തിനകത്ത് ഒരു നന്മയില്ല, ഒരു നല്ലതില്ല. Pastor Pippin thought of a lot of things while reading this word. Why did he say that my goodness is nothing apart from you? ആമേൻ. ആമേൻ. ആ സമയത്ത് ആമേൻ ഇങ്ങനെ ചിന്തിച്ച സമയത്താണ് മനസ്സിലാക്കിയത്, ദാവീദ് പറഞ്ഞത് കറക്റ്റ് കാര്യമാണ്. ദാവീദിന്റെ ജീവിതത്തിനകത്ത് ആകെയുള്ള നന്മ ദൈവം മാത്രമാണ്. When he thought about that, he came to understand that is true, that the only goodness that David was having in his life was God alone. ആമേൻ. നോക്കിയേ, ആമേൻ, എന്തുകൊണ്ടാണ് ദാവീദ് പറഞ്ഞതെന്നറിയാമോ? Do you know why David told like that? ആമേൻ. കാട്ടില് ഒറ്റയ്ക്ക് ആടിനെ മേയിച്ചോണ്ടിരുന്ന സമയത്ത് അവനോട് കൂടെ ഇരുന്നത് ദൈവമായിരുന്നു. It was God who was with him when he was shepherding the sheep in the wilderness. ആമേൻ. ആമേൻ. തൻ്റെ വീട്ടിനകത്ത് ഒരു വലിയ തെരഞ്ഞെടുപ്പിന്റെ ശുശ്രൂഷ നടക്കുന്ന സമയത്ത് പേരൻസും സഹോദരങ്ങളും വന്ന പുരോഹിതനും ആമേൻ പ്രവാചകനും മറന്നുപോയപ്പോൾ അവരെ ഓർമ്മിപ്പിച്ച് ദാവീദിനെ വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് അഭിഷേക തൈലം തൻ്റെ തലയിൽ ഒഴിപ്പിച്ചത് ദൈവമായിരുന്നു. And when there was a great selection or appointment that was happening at his house, and everybody forgot David, it was God who has helped him to called him from the wilderness and gave him the anointing of kingship in his life. ആമേൻ. തൻ്റെ തലയിൽ ഒഴിച്ച ആ അഭിഷേക
തൈലം അല്ലെങ്കിൽ തൻ്റെ തലയിൽ ഒഴിച്ച അധികാരം എന്തെന്ന് ആമേൻ രാജ്യവും ആമേൻ മറ്റുള്ള സകലരും നോക്കി നിൽക്കെ തിരിച്ചറിയുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി അതിൻ്റെ നടുവിൽ തൻ്റെ സഹോദരങ്ങൾ പോലും തിരിച്ചറിയാതെ ഇരുന്നപ്പോൾ അവിടെ കൊണ്ടുവന്ന് നിർത്തി അവനെ കൊണ്ട് ആ ഒരു വലിയ കാര്യം ചെയ്യിച്ചത് ദൈവമായിരുന്നു. It was God who was chosen him, picked him from his brothers, among his brothers, and was anointed him with the anointment of kingship. And it was God who has poured his anointing upon him and made him shown to others that he is the one who has been chosen. ആമേൻ. മൊത്തത്തിൽ പറഞ്ഞാൽ മാതാപിതാക്കള്, സഹോദരങ്ങള്, ആമേൻ, തന്നെ സ്നേഹിച്ച സ്നേഹിതര്, ആമേൻ, തൻ്റെ കൂടെ നിൽക്കേണ്ട തൻ്റെ ഭാര്യ, തൻ്റെ മക്കൾ, സകലരും ആമേൻ തൻ്റെ കൂടെ ഇല്ലാതിരുന്നപ്പോഴും തന്നെ ഓർക്കാതിരുന്നപ്പോഴും അവനോട് കൂടെ ആമേൻ ആരാണോ ആദ്യം മുതലുള്ളത് അവസാനം വരെയും അവനെ നടത്തിയത് ദൈവമാണ്. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, നീ എൻ്റെ ദൈവമാണ്, നീ അല്ലാതെ എനിക്ക് വേറൊരു നന്മയുമില്ല. It was God alone who was there with David, even when his parents was not there, when his siblings forgot him, when his wife even had forgotten him. It was God who has called him up, and he was chosen. It was God who has chosen him up and gave him kingship. And that is the reason why David is telling, you are my Lord, and my goodness is nothing apart from you. ആമേൻ. നമ്മുടെ ജീവിതത്തിനകത്ത് എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടെങ്കിലോ ആമേൻ ആരും നമ്മുടെ കൂടെ ഇല്ലെങ്കിലോ എപ്പോഴും നമ്മുടെ ജീവിതത്തിനകത്ത് നല്ലത് തരുന്നത്, എപ്പോഴും നല്ലവനായി നമ്മുടെ കൂടെ ഇരിക്കുന്നത് നമ്മുടെ കർത്താവ് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ആരുമില്ല. Even when people are with you and when people are not there with you, it is God's presence alone that sustains forever, enduring the good times and bad times of your life. ആമേൻ. എൻ്റെ ജനനം മുതൽ എന്നെ മനസ്സിലാക്കി ആമേൻ ആമേൻ എന്നെ തിരിച്ചറിഞ്ഞ് എന്നെ വിളിച്ചു വേർതിരിച്ച് അഭിഷേകം എൻ്റെ മേൽ പകർന്ന് ദൈവശക്തി എൻ്റെ മേൽ പകർന്ന് എന്നെ ആമേൻ തൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി തെരഞ്ഞെടുത്ത് ആമേൻ എവിടെ ഞാൻ നിൽക്കണം, എന്ത് ഞാൻ ചെയ്യണം, എവിടേക്ക് പോകണം, എവിടേക്ക് ഞാൻ എത്തണമെന്ന് എന്നെ കുറിച്ച് തിരിച്ചറിഞ്ഞത് മാതാപിതാക്കളല്ല, സഹോദരങ്ങളല്ല, ബന്ധുമിത്രാദികളല്ല, സ്നേഹിതരല്ല, മറിച്ച് ദൈവം മാത്രമാണ്. It was God who has chosen me even before my birth, and he has chosen me, and he has anointed me, and he has called me for his service, for his ministry. And it was not the parents, not the siblings, or not the people around us who was there with him. It was God alone who was with him and anointed him and put him into the ministry. ആമേൻ. ഇന്ന് പകൽക്കാലവും ഇവിടെ ഇരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും കണ്ടത് കർത്താവാണെങ്കിൽ, നിങ്ങളെ വിളിച്ചത് കർത്താവാണെങ്കിൽ, if God is the one who has seen you, and if God is the one who has called you, ആമേൻ, എവിടെ നിങ്ങളെ നിർത്തണം, എവിടെ വരെ നിങ്ങളെ എത്തിക്കണം, ഏതെല്ലാം നിങ്ങളെ നടത്തണമെന്ന് ആമേൻ കർത്താവിന് അറിയാം. കർത്താവ് നിങ്ങളെ അവിടെ എത്തിക്കുക തന്നെ ചെയ്യും. God knows where you should be and where you should stand, and he will definitely make you stand over there. ആമേൻ. അതിന് ഒരുപക്ഷെ ആരും നിങ്ങളെ സഹായിച്ചില്ലെന്ന് വരും. People might not be able to help you out for that. ആമേൻ. ആരും ഒരുപക്ഷെ നിങ്ങളുടെ കൂടെ നിന്നില്ലെന്ന് വരും. People might not stand along with you for that. ആമേൻ. ഒരുപക്ഷെ നിങ്ങൾ പ്രതീക്ഷിച്ചവരൊക്കെ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയാലും, you might think that a lot of people are there with you. ആമേൻ. നിങ്ങളുടെ കൂടെ സകലരും ഉണ്ടായാലും, even if all the people are there with you, ആമേൻ, അവരെല്ലാം നിസ്സഹായരായി ഒരുപക്ഷെ നിൽക്കേണ്ടുന്ന സാധ്യതകൾ മുന്നിൽ ഉണ്ടാകാം. there might be situations where they will be helpless. ആമേൻ. അതിന്റെ മുന്നിൽ ആമേൻ ഇസ്രായേലിനെ നടത്തിയ ദൈവം, അവർക്ക് വേണ്ടി വഴി തുറന്ന ദൈവം നിങ്ങളെയും നടത്തുവാൻ ശക്തനാണ്. ആ ദൈവം അസാധ്യതകളുടെ നടുവിൽ സാധ്യതകളെ ഒരുക്കി നിങ്ങളെ വഴി നടത്തുക തന്നെ ചെയ്യും. In the middle of that, God who led the people of Israel from Egypt to the promised land, that God will definitely be with you and will bless you and do the things that are required, and he will sustain you. ആമേൻ. എനിക്ക് വേണ്ടി നല്ലത് കരുതുന്ന, എനിക്ക് വേണ്ടി നല്ലൊരു അവകാശം ചേർത്ത് വെക്കുന്ന, എനിക്ക് വേണ്ടുന്നത് ഒരുക്കി തരുന്ന നല്ല കർത്താവ് ഇന്ന് പകലിൽ നമുക്ക് ഒരുമിച്ച് ആ കർത്താവിനെ നോക്കിയിട്ട് പറയാം, കർത്താവേ, നീ അല്ലാതെ എൻ്റെ ജീവിതത്തിൽ ഒരു നന്മയില്ല. ഈ ഭൂമിയിൽ എനിക്ക് വേണ്ടുന്നത് നൽകുന്ന നീ അല്ലാതെ എൻ്റെ ജീവിതത്തിൽ മറ്റൊരു അവകാശം എനിക്കില്ല. Let the God who gives us all the blessings, who gives us all the inheritance, let us look unto that God and say this morning, Lord, my goodness is nothing apart from you, and you are my inheritance. ആമേൻ. അതിന്റെ താഴോട്ട് വരുന്ന സമയത്ത് ആമേൻ ഞാൻ ആ വാക്യങ്ങൾ 1-2 ഭാഗങ്ങൾ വേഗം പറഞ്ഞിട്ട് ഞാൻ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. അളവുനൂൽ എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു, എനിക്ക് നല്ലൊരു അവകാശം ലഭിച്ചിരിക്കുന്നു.
In verse 6 we read like the lions have fallen unto me in the pleasant places. I have goodly to heritage. ആമേൻ. നോക്കിക്കേ, ആമേൻ ആമേൻ. ഭൗമികമായി താൻ നോക്കിയിട്ട് പറയുകയാണെങ്കിലും ഇന്ന് പകലിൽ നമുക്കും പറയുവാൻ കഴിയും, ഈ ഭൂമിയിലൊക്കെ ദൈവം നമ്മളെ അനുഗ്രഹിച്ച് നമുക്ക് വേണ്ടുന്നത് നൽകിയെങ്കിലോ ഏറ്റവും ഉത്തമമായ ഒരു അവകാശത്തിലേക്ക് ദൈവം നമ്മളെ വിളിച്ചിരിക്കുകയാ. ആ അവകാശം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുകയാ. അതിലേക്ക് ദൈവം നമ്മളെ അടുപ്പിക്കുകയാ. And even though God has given us a lot of blessings in this world, we should be able to say this morning that God has given us a greater heritage in heaven, that is eternity, and He is leading us unto that. ആമേൻ ആമേൻ. നമ്മുടെ കൂടെയുള്ള ഒത്തിരി പേരുണ്ട്, നമ്മുടെ കുടുംബത്തിലുള്ള അനേകരുണ്ട്. പക്ഷേ ആമേൻ ആമേൻ നമുക്ക് ആമേൻ അവർക്കാർക്ക് ലഭിക്കാതെ ഇരുന്ന ഒരു പ്രത്യേക ആമേൻ അവകാശം നമുക്ക് തന്ന് ദൈവം നമ്മളെ വിളിച്ചിരിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം നന്ദിയുള്ള ഹൃദയത്തോടെ ഏത് സാഹചര്യത്തിലെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാനോ സ്തുതിക്കുവാനോ അവനോട് ചേർന്ന് നിൽക്കുവാനും നമുക്ക് കഴിയണം. There are a lot of people along with us, lot of our family members, but they have not been blessed with this kind of heritage, the heritage that God has given us to be a part of His kingdom. ആമേൻ. എപ്പോഴും കർത്താവിനെ മുമ്പിൽ വെച്ച് ആമേൻ ആമേൻ എപ്പോഴും ദൈവം എൻ്റെ കൂടെയുണ്ട്. ആമേൻ. അതുകൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകത്തില്ല, ഭയപ്പെടത്തില്ല. എനിക്കെതിരെ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉയർന്നു വന്നാലോ അതിന്റെ നടുവിൽ എന്നെ ബലത്തോടെ നിർത്തുവാൻ തക്കവണ്ണം ശക്തിയുള്ള ഒരു കരം എന്നെ പിടിച്ചിട്ടുണ്ട്. ആ കരം എന്നെ മുന്നോട്ട് നടത്തുവാൻ ശക്തിയുള്ള കരമാണ് എന്നുള്ള ഒരു വിശ്വാസം നമ്മുടെ ജീവിതത്തിനകത്ത് നമുക്ക് വേണം. I have kept the Lord always before me, and He is at my right hand, and I will not be moved even if I have to go through difficult times, tough times in my life. Since the presence of God is there with me, I will not be moved. ആമേൻ. നശിച്ചു പോകേണ്ടിയിരുന്ന അല്ലെങ്കിൽ ഒന്നിനും അവകാശത്തിലേക്ക് ആമേൻ ആമേൻ ഒരു യോഗ്യതയും ഇല്ലാതെ ഇരുന്ന എന്നെ അവിടെ നിന്ന് പിടിച്ച് ഒരിക്കലും നശിക്കാത്ത ഒന്നിലേക്ക് നടത്തുവാൻ തക്കവണ്ണം ദൈവം നമ്മെ ഓരോരുത്തരെയും കണ്ടിരിക്കുകയാണ്. God has chosen us from the perishing world to be a part of His heritage, and He has chosen us. നോക്കിയേ, ആമേൻ. നമുക്ക് ഏറ്റവും കൂടുതൽ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു വാഗ്ദത്തം കൂടിയാ 10ാം വാക്യത്തിനകത്ത് പറയുന്നത്. In verse 10 there's a greatest promise that we could believe. നീ എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയുമില്ല. You will never leave my soul in hell, neither will thou suffer thine holy one to see corruption. ആമേൻ. ഒന്നും അറിയാതെ ഇരുന്ന സമയത്ത് പഴയ നിയമത്തിൽ ദാവീദ് ആമേൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ആമേൻ ദാവീദ് ദൈവത്തെ നോക്കി പറയുകയും ചെയ്ത ഒരു കാര്യമാണ്, അവനോട് ദൈവം ഇടപെട്ട ഒരു കാര്യമായി ഈ 10ാം വാക്യത്തിൽ പറയുന്നത്. When David knew nothing in the Old Testament, the God is speaking to him in verse 10. ആമേൻ. എന്നാൽ പുതിയ നിയമത്തിൽ വന്നപ്പോൾ ആമേൻ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ആമേൻ ഈ വാഗ്ദത്തം നിറവേറ്റിയെങ്കിൽ ഇന്ന് പകലിൽ ദൈവസന്നിധിയിൽ ഇരിക്കുന്ന നമ്മളോട് ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾ അവൻ മറന്നു പോകത്തില്ല, അവൻ ഒരിക്കലും മറന്നു കളയത്തില്ല. അത് തക്ക സമയത്ത് നമുക്ക് വേണ്ടി ദൈവം ഒരുക്കുവാൻ ശക്തനത്രേ. But when it came to New Testament, God fulfilled this promise through Jesus Christ, through the resurrection of Jesus Christ. But we should keep this in mind, that if God has given us some promise in the old in our areas, in our ages before, He will definitely fulfill that, and He will bring that to He will put that live. ആമേൻ. ഭൗമികമായ നിലകളുള്ള വാഗ്ദത്തങ്ങൾ മാത്രമല്ല ആമേൻ ഏറ്റവും വലിയ വാഗ്ദത്തം നമുക്ക് തന്നിരിക്കുന്നത് ആമേൻ നാം മരിച്ചു പോയാലോ ആമേൻ നാം ജീവനോടെ ഇരുന്നാലോ ആമേൻ മേഘത്തിൽ അവന്റെ ശബ്ദം കേൾക്കുമ്പോൾ, അവന്റെ വരവിന്റെ ശബ്ദം കേൾക്കുമ്പോൾ അവനോട് കൂടെ എടുക്കപ്പെടുവാനും, അല്ല ഞാൻ മരിച്ചു പോയെങ്കിൽ എനിക്ക് പുതിയ ശരീരത്തോടെ തേജസ്സിന്റെ ശരീരത്തോടെ അവനോട് കൂടെ ആമേൻ ഉയർക്കപ്പെടുവാനുള്ള ഒരു അവകാശവും വാഗ്ദത്തവും എനിക്ക് തന്നിട്ടുണ്ട്. ഈ വാക്യത്തിനകത്തൂടെ ദൈവം പറയുന്നത് അതുപോലെ നിവർത്തിക്കുവാൻ ഞാൻ ശക്തനത്രേ. God has not only given us worldly blessings, but He has all worldly blessings and worldly promises. God has given us also the promises that about His second coming, that we will resurrect on the second coming of Jesus, and God is going to fulfill that promise in the coming days also. ആമേൻ. അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിച്ച് എൻ്റെ മനസ്സ് ആനന്ദിക്കുന്നു, എൻ്റെ ജഡവും നിർഭയമായി വസിക്കും. Therefore my heart is glad and my glory
rejoiceth, my flesh also shall rest in hope. ആമേൻ. നോക്കിയേ, ആമേൻ, എപ്പോഴും സന്തോഷിച്ച്, ആമേൻ, എന്തൊക്കെ, ആമേൻ, ഇവിടെ താമസിക്കുന്ന സമയത്ത്, ആമേൻ, പല പ്രശ്നങ്ങൾ വരും, പല വിഷയങ്ങൾ വരും. പക്ഷേ എപ്പോഴും എൻ്റെ അകത്ത് എന്നെ സന്തോഷിപ്പിക്കുന്നത്, എന്നെ നിർത്തുന്നത്, ആമേൻ, എനിക്ക് വേണ്ടി കാര്യങ്ങൾ നിർവഹിക്കുന്ന ഒരു ദൈവമുണ്ട്. അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ആമേൻ, ആ കാര്യങ്ങൾ തക്ക സമയത്ത് എനിക്ക് വേണ്ടി നടത്തി തരും. God who has told me the things that I will do, God who has told that he will God who has given the promises, he will definitely fulfill the promises that he has told to you at the right time. ആമേൻ. അങ്ങനെ സമാധാനത്തോടെയും സന്തോഷത്തോടെയും ദൈവത്തെ നോക്കി ഓരോ ദിവസവും നമുക്ക് ജീവിക്കുവാൻ കർത്താവ് Let us സഹായിക്കട്ടെ. look unto the face of God and live this life with happy and peace. ആമേൻ. ഈ ഒരാഴ്ചയിൽ ദൈവം നമ്മളെ തന്റെ സമാധാനത്താലും ആ ഒരു സന്തോഷത്താലും പ്രത്യാശയാലും കർത്താവ് നമ്മളെ നടത്തട്ടെ. May God lead us this week with this peace and with this blessing and with this hope and happiness. ആമേൻ. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. May God bless us with this verse.